മനുഷ്യ സമൂഹം ഇപ്പോൾ അവൻ്റെ അയൽക്കാരെ തേടിയുള്ള യാത്രയിലാണ്. അത് ഭൂമിയിലെ അയൽക്കാരെയല്ല, മറിച്ച് ബഹിരാകാശത്തിന്റെ നിശബ്ദമായ ആഴങ്ങളിലാണ് അവനത് തേടുന്നത്. അതിന് സഹായത്തിനായി ചില ടെലിസ്കോപ്പുകൾ സ്പേസിൽ ഭൂമിക്ക് ചുറ്റും വിന്യസിച്ചിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്ന ജെയിംസ് വെബ് എന്ന ടെലിസ്കോപ്പാണ്. അങ്ങനെ നമ്മുടെ അയൽവാസി ഏതാണ്ട് 4 പ്രകാശവർഷം അടുത്തുണ്ട് എന്നുള്ള ഒരു ക്ലൂ ജെയിംസ് വെബ് തന്നിട്ടുണ്ട്. 4 പ്രകാശവർഷം എന്നാൽ പ്രകാശം 4 വർഷം സഞ്ചരിക്കുന്ന ദൂരം. അതായത് പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 × 10⁸ മീറ്ററാണ്. അപ്പോൾ 4 വർഷം സഞ്ചരിക്കുന്ന ദൂരം കണക്കാക്കിയാൽ നമ്മുടെ ആയുസ്സിൽ നമ്മുടെ അയൽക്കാരെ കാണാൻ സാധിക്കില്ല. നമ്മുടെ എന്നല്ല, മനുഷ്യൻ്റെ നിലവിലുള്ള സംവിധാനത്താൽ ഒരു മനുഷ്യായുസ്സിലും അത് സാധ്യമല്ല. 2021 ഡിസംബറിൽ വിന്യസിക്കപ്പെട്ട ജെയിംസ് വെബ് ഏതാണ്ട് 1 ദശലക്ഷം മൈൽ അകലെയാണ് ഭൂമി ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വലിപ്പമുള്ള ഈ ടെലിസ്കോപ്പ് വിദൂരതയിലുള്ള ഗ്രഹങ്ങളിൽ നിന്നും ഗാലക്സികളിൽ നിന്നുമുള്ള ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുക മാത്രമല്ല, മറിച്ച് അവിടെ നിന്ന് വരുന്ന പ്രകാശങ്ങളെ വായിക്കുന്നു എന്ന് വേണം പറയുവാൻ. കാരണം പ്രകാശത്തിൻ്റെ സ്പെക്ട്രം ഉപയോഗിച്ച് ഡേറ്റകളായി മാറ്റുകയും അതിൽ നിന്ന് വിദൂര ഗ്രഹങ്ങളിലെ അന്തരീക്ഷ താപനില, അവിടുത്തെ ഘടനകൾ, ഇതെല്ലാം ഒരു ബാർകോഡ് കണക്കെ മാറ്റുകയും അതിൽ നിന്ന് പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഏറ്റവും അടുത്ത നക്ഷത്ര വ്യവസ്ഥയായ ആൽഫ സെഞ്ചുറി നാളിതുവരെ മനുഷ്യരുടെ സങ്കല്പങ്ങളെ ആകർഷിച്ചിട്ടുണ്ട്. പ്രോക്സിമ ബി എന്ന ഭൂമിയുടെ വലിപ്പമുള്ള ജീവയോഗ്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശാസ്ത്രജ്ഞന്മാർ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വെബിൻ്റെ ഏറ്റവും അടുത്ത നിരീക്ഷണത്തിൽ ജീവന്റെ തുടിപ്പുകൾക്ക് സാധ്യതയുള്ള മറ്റൊരു ഗ്രഹം മാതൃ നക്ഷത്രത്തിൻ്റെ വെളിച്ചത്തിൽ മറവിൽ ഹാബിറ്റബിൾ സോണിൽ തന്നെ ഉണ്ട് എന്നുള്ള പ്രതീക്ഷയും നൽകുന്നു. ഈ പുതിയ അയൽവാസിയെക്കുറിച്ച് തുടർന്നും അധികമായ പഠനങ്ങളുടെ ആവശ്യമുണ്ട്. ആയതിനാൽ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. നാളിതുവരെ ജീവന്റെ സാധ്യതയുള്ള 3 ഗ്രഹങ്ങളെ ഇതിനോടകം വെബ് കണ്ടെത്തിയിട്ടുണ്ട്. GJ9827d എന്ന ഗ്രഹത്തിൽ നീരാവിയുടെ സാധ്യത കണ്ടെത്തിയിട്ടുണ്ട്. K218b എന്ന മറ്റൊരു ഗ്രഹത്തിലാവട്ടെ മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ് എന്നിവ അടങ്ങിയിട്ടുള്ള സമുദ്രത്തെ സ്ഥിരീകരിച്ചു. TDWA7b എന്ന ചെറിയ മറ്റൊരു ഗ്രഹത്തെയും വെബ് കണ്ടെത്തി. ഏതാണ്ട് 4 നൂറ്റാണ്ടുകളോളം നമ്മൾ പ്രപഞ്ചത്തിൽ ഒറ്റയ്ക്കാണോ എന്ന ചോദ്യത്തിൻ്റെ പുറകെയാണ് നാം. ഓരോ കണ്ടുപിടുത്തങ്ങളും ഓരോ ചെറിയ നിരീക്ഷണങ്ങളും അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ഇപ്പോൾ കണ്ടെത്തിയ 4 പ്രകാശവർഷം അകലെയുള്ള ഗ്രഹം ഒരുപക്ഷെ വിജനമായ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ രോഗമായിരിക്കും, അല്ലെങ്കിൽ അവിടെ ജീവന്റെ സാധ്യതയുണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തേടിയുള്ള യാത്ര അത് ജൈത്രയാത്രയാണ്.